പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നവംബർ മാസം 15 തീയതി വെള്ളിയാഴ്ച നമ്മുടെ ജീവിത വ്യാപാരങ്ങളെ, വിനിമയങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, അങ്ങയുടെ മക്കൾ ഇന്ന് ലോകം മുഴുവനുള്ളവർ ഈ സമയത്ത് ഏകാഗ്രതയോടെ കൈകൾ കൂപ്പി അങ്ങയുടെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, പരിശുദ്ധമ്മ, ദേവമാതാവേ, കൃപാസനം അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ ഈ മക്കളുടെ എല്ലാ വ്യതകളെയും വേദനകളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മുൾക്കിടത്തെ ഓർത്തുകൊണ്ട് ഈ മക്കളോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, അങ്ങയുടെ തിരുവിലാലും മുറിവിനെ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ നിയോഗങ്ങളോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, അങ്ങയുടെ കരജനങ്ങളെ ആണിപ്പഴുതിൽ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ നിയോഗങ്ങളോട് കരുണയായിരിക്കണം പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ, പരിശുദ്ധമ്മ, ദേവമാതാവേ, ഈ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കടലിലും കരയിലും നടത്തിയിട്ടുള്ള മുഴുവനും ദൈവശുശ്രൂഷയുടെ അസ്ഥിവാരത്തിലെ അടിസ്ഥാനത്തിൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഗർഭിണികളെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ, അവരെ സ്പർശിക്കണമേ. ഗർഭിണികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് അനക്കമില്ലാത്ത പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ, അവരുടെ വയറിനെ സ്പർശിക്കണം ഈശോയെ. കുഞ്ഞുങ്ങൾ അനങ്ങട്ടകരെ എലിസബത്തിൻ്റെ ശിശു മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ കർത്താവെ തുള്ളിച്ചാടിയതുപോലെ കർത്താവെ, അത് അനക്കമറ്റ കുഞ്ഞുങ്ങൾ, അടിക്കടി ഉണ്ടാകുന്ന അപോഷം കാരണം, പലതരത്തിലുള്ള വിഷമ കാരണം ഗർഭം ധരിച്ചിട്ടും അനക്കമില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങൾ, ഗർഭിണികളെ അങ്ങ് സ്പർശിക്കണമെന്ന്, ഗർഭത്തെ ശിശുക്കളെ അങ്ങ് സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കണ്ണച്ചുവയുടെ മക്കളില്ലാത്തവർ കർത്താവെ, ഒരു അഡ്മിഷൻ പോലും കിട്ടാതെ ഇത് നടക്കുന്നവർ, എന്ത് പഠിക്കണമെന്നറിയാതെ, അതിന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പണമില്ല, അതേസമയം തന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാൻ പറ്റണില്ല, അപ്പോൾ ജീവിത സാഹചര്യം ശരിയാകുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ടും കുടുംബത്തിൽ നിന്ന് ലോൺ എടുക്കുകയും ചെയ്തു, പഠിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു, പക്ഷെ പഠിച്ചിട്ട് കർത്താവ് അതിന് പറ്റുന്നില്ല, പഠിക്കാൻ പറ്റണില്ല. വിദേശ രാജ്യങ്ങളിൽ പഠനം കഴിഞ്ഞവർ കർത്താവ്, അവിടെ ഒരു ജോലി കിട്ടാതെ തിരിച്ചു പോരേണ്ടി വരുന്ന അവസരം 30 ലക്ഷം 40 ലക്ഷം കടമുള്ളവർ, കടമെടുത്ത് പഠിക്കാൻ പോയവർ, പഠനത്തിൽ നിന്ന് കർത്താവ് ഇന്നും ജോലിയില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട് ഈശോയെ, അവിടെ വിസ കിട്ടാതെ, വർക്ക് വിസ കിട്ടാതെ നിൽക്കുന്നുണ്ട് ഈശോയെ. അങ്ങനെ എല്ലാ മക്കളും കാരാഗ്രഹത്തിൽ അകപ്പെട്ടിട്ടുണ്ട് ഈശോയെ, ജയിലകപ്പെട്ടിട്ടുണ്ട് ഈശോയെ, ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരുണ്ട് ഈശോയെ. എല്ലാ തരത്തിലുള്ളവർ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവർ ഈ പ്രഭാതത്തിൽ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ അമ്മയുടെ കൈക്ക് പിടിച്ച് ഞാൻ ഏൽപ്പിക്കുന്നത് കർത്താവ്. ദൈവത്തിൻ്റെ കണ്ണുമക്കളിലേക്ക് ആവശ്യം 38 വർഷം അർപ്പിച്ച കൃപാരുടെ യുവതിയെ, കൃപാസനത്താര ജീവരുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ വിവിധ രോഗങ്ങൾ, ഭാരങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, തൊഴിലില്ലാത്ത അവസ്ഥകൾ, കുടുംബത്തിൻ്റെ സമാധാനങ്ങൾ കർത്താവ്, കമ്പോളങ്ങളും കടകളും വ്യാപാരങ്ങളൊക്കെ നടത്തിയിട്ട് മുടിഞ്ഞു പോയവർ, കടമായി പോയവർ, ഇനി ജീവിക്കാനത് മാർഗമൊന്നും അറിയാൻ പറ്റാതെ, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ ലോട്ടറി ടിക്കറ്റ് വരെ എടുത്ത് നടക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അങ്ങനെ ഇതെല്ലാം മാർഗങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്ന മക്കൾ കർത്താവെ, അവർക്കൊരു വരുമാനമില്ലാത്ത എല്ലാവരെയും കർത്താവ് നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്നത്തെ സുവിശേഷം, ഇന്നത്തെ വചനം 2 കൊരിന്ത്യൻസ് 1-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കീർണമായിട്ട് തോന്നും, പക്ഷെ ഇത് സിമ്പിളായിട്ട് പറഞ്ഞേ സംഭവിച്ചത്. അതേ ഒന്ന് വായിച്ചമ്മനെ 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും, അതായത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്, നമ്മുടെ ഫിസിക്കൽ ലൈഫ്, സ്പിരിച്വൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണത് ഒറ്റ പ്രോജക്റ്റിലാണ്. പ്രോജക്റ്റ് എന്ന് പറയണത് അത് വാഗ്ദാന പ്രകാരമാണ്. നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുക? ഇപ്പം നമ്മൾ പറയല്ലേ, നമ്മുടെ ഇടയ്ക്ക് പറയത്തില്ല, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വര പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പം ഈ വാഗ്ദാനങ്ങളാണ് മനുഷ്യൻ്റെ മെയിൻ്റെനൻസ് നടത്തുന്നത്.
അനുദിന ജീവിതവും അതുപോലെ തന്നെ നിത്യജീവിതവും. 2 ജീവിതമാണ് നമുക്കുള്ളത്, ഫിസിക്കൽ ലൈഫ് ആൻഡ് സ്പിരിച്വൽ ലൈഫ്. അപ്പോൾ വാക്ക് എന്ന് വെച്ചാൽ 8840 55 വാഗ്ദാനങ്ങളാണ് ദൈവത്തിൻ്റെ ഉള്ളത്. 8855. എനിക്കിത് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. കോവിഡ് വന്ന് 1 മാസം മുഴുവൻ ഞാൻ കോയമ്പത്തൂർ ആശുപത്രി കിടക്കുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കണത്. കർത്താവ് തന്ന ഉടമ്പടിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും, കാര്യം അന്ന് ഒരു ദിവസം ഞാൻ 10-40 ജപമാല ഒരു ദിവസം ചെല്ലുമായിരുന്നു കോവിഡ് കാലത്ത്. കാര്യം വേറെ ഒന്നും ഇല്ലല്ലോ, വേറെ ആരും അടുത്ത് വരത്തില്ല, ഡോക്ടർ മാത്രമേ വരത്തുള്ളൂ, അത് നേഴ്സ് മാത്രമേ വരത്തുള്ളൂ, അവർക്ക് പ്രിക്കോഷനായിട്ട് വരുന്നത്. അപ്പോൾ 1 മാസമായിട്ടും കോവിഡ് തീരണില്ല എനിക്ക്, എപ്പോഴും പോസിറ്റീവ് എന്നാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടിയെക്കുറിച്ചും ധ്യാനിക്കാനെ കുറിച്ച് സമയം കിട്ടിയത്. അങ്ങനെ ധ്യാനിച്ച് കിട്ടിയപ്പോഴാണ് എബ്രാഹാം മുതൽ കാനായിലെ കല്യാണം വരെയുള്ള ഉടമ്പടിയുടെ ഐഡിയ ഒക്കെ എൻ്റെ മനസ്സിൽ വന്നത്. അതാണ് ഞാൻ കോവിഡ് കഴിഞ്ഞ് വന്നപ്പോൾ ഉടനെ കൃപാസനത്തിൻ്റെ വാതിക്കെന്ന് ആ ഒരു 14 പിക്ചർ വെച്ചിട്ടില്ലേ കോവിഡിൻ്റെ, അത് അങ്ങനെ അന്ന് ഈശോ പറഞ്ഞതാണ്. അതിൻ്റെ കൂടെ ഈശോ പറഞ്ഞതാണ് 8845 വചനങ്ങളുണ്ട്, അതായത് വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇംഗ്ലീഷിൽ പ്രോമിസ് എന്ന് പറയും. പ്രോമിസ് എന്ന് പറയുമ്പോൾ അത് പ്രോമിസ് തന്നെ നമുക്ക് പിരിച്ചു കഴിഞ്ഞാൽ അത് ലത്തീൻ പദമാണ്, പ്രൊമിത്തരെ എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷുകാരൻ പ്രോമിസ് എന്നുള്ള വാക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ധാതു അനുസരിച്ച് പിരിച്ചു കഴിയുമ്പോൾ പ്രൊമിത്തരെ എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം ടു പുൾ ഔട്ട് എന്നാണ്, വലിച്ചു പുറത്തെടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വലിച്ചു പുറത്തെടുക്കുന്നത്? വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ചിട്ടുണ്ട് ദൈവം, അതാണ് നമ്മൾ വലിച്ചു പുറത്തെടുക്കണത്. അതിനാണ് ഈ വാഗ്ദാനം പ്രാപിക്കുന്നത്. ഇവിടെ വാഗ്ദാനം ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ കാറ്റ് കൊള്ള പോലെ ഒന്നും ഇപ്പം കാറ്റുണ്ടെങ്കിൽ നിന്ന് കൊടുത്താൽ കൊള്ളാൻ പറ്റും, പക്ഷെ വാഗ്ദാനം നിന്ന് കൊടുത്താൽ പ്രാപിക്കത്തില്ല. ഇപ്പോൾ വെളിച്ചം നിന്നെ കാണുന്നുണ്ടല്ലോ, അപ്പം നിന്നാൽ മതി, പക്ഷെ വെളിച്ചം പ്രാപിക്കണ പോലെ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുകയില്ല. വി മസ്റ്റ് പുൾ ഔട്ട് പ്രമിത്തരെ. അതെങ്ങനെ പുൾ ഔട്ട് ചെയ്യണത്? നമുക്ക് ദൈവത്തിൻ്റെ വാക്കിൻ്റെ ഉള്ളിൽ ആണ് നമ്മുടെ അനുദിന ജീവിതത്തിനും വരാൻ പോണ ജീവിതത്തിനുമുള്ള ദാനങ്ങൾ വെച്ചിരിക്കുന്നത്. ഈ ദാനങ്ങൾ നമ്മൾ പുൾ ഔട്ട് ചെയ്യണം എങ്ങനെയാണ്? 1 വിശ്വാസം കൊണ്ട്, 2ാമത്തത് പ്രത്യാശ കൊണ്ട്, 3ാമത്തത് സ്നേഹം കൊണ്ട്, 4ാമത്തത് സമർപ്പണം കൊണ്ട്. ഇപ്പോൾ 4 കാര്യങ്ങൾ കൊണ്ടാണ്, അതാണ് ഉടമ്പടി ഇത്രയും കത്തി ജ്വലിക്കാൻ കാര്യം. ഇതെല്ലാം ഒരു മനുഷ്യന് വാഗ്ദാനം പ്രാപിക്കാനുള്ള എല്ലാ ചേരുവകളും ഉള്ള ഒരേ ഒരു പ്രാർത്ഥനയാണ് ഈ മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. അതാണ് എല്ലാ തരം മനുഷ്യരെയും ഉടമ്പടിയിൽ അനുഭവം കൂട്ടേണ്ട കാര്യം അതാണ്. അപ്പോൾ ഈ വാഗ്ദാനത്തെ പ്രാപിക്കുന്നതിന് ഉടമ്പടി കുറേ അധികം ചിട്ടവട്ടങ്ങളും നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വചനം എന്താ പറയണത്? എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്നാണെന്ന്. കാര്യം വെച്ചാൽ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 8855 വാഗ്ദാനം ഉണ്ടല്ലോ, അത് പ്രാപിക്കുന്നതിന് 3 in 1 എന്ന് പറയത്തില്ലേ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? 8855 in 1. അതാണ് ക്രിസ്തുവിനെയാണ് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഈ വാഗ്ദാനം നമുക്ക് ഒരുമിച്ച് കിട്ടുകയില്ല. ഇഹത്തിലും പരത്തിലുമുള്ള വാഗ്ദാനങ്ങൾ, എല്ലാ വാഗ്ദാനം ക്രിസ്തുവിൽ അതേ തന്നെയാണ്. അടുത്ത വചനം എന്താണ് എൻ്റെ കൂടെ ഉള്ളത്? 1:20 കൂടെ ഉള്ളത് എന്താണ്? അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ അത് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവമഹത്വത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യണം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇപ്പം നമുക്ക് റോമ 1:20 എന്താ 4:20 എന്താ പറയണത്? ദൈവത്തെ മഹത്വപ്പെടുന്നത് വിശ്വാസത്തിൽ വളരുവിൻ. വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ എന്ന് പറയുന്നത് എന്താണ്? അത് ഗലാത്യർ 5:6 എന്താ പറയണത്? സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. അപ്പം വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തനക്ഷമമാണെങ്കിൽ നമുക്കത് ക്രിസ്തുവിനെ കിട്ടും. അപ്പം നമ്മൾ ഓരോ വിഷയത്തിനും എനിക്കിപ്പോൾ മകളുടെ കല്യാണം നടക്കണം, അതുപോലെ തന്നെ എനിക്കിപ്പോൾ നിത്യജീവൻ വേണം, അനുദിന ജീവിതത്തിന് ജോലി വേണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൽ അതേം തന്നെയാണ്. അപ്പോൾ നമ്മളെന്താ പറയണത്? കർത്താവേ നീ എന്നെ നിറയണമെന്ന് പ്രാർത്ഥിക്കണം. എന്താണ്? എല്ലാ വാഗ്ദാനം ക്രിസ്തുവിൽ അതാണ് അമ്മ പറയണത്, അവൻ പറയണ പോലെ ചെയ്യാൻ. അതാണ് സംഭവം. അതാണ് എല്ലാ വാഗ്ദാനം ക്രിസ്തുവിൽ അതേ. എന്താ കൊളോസ്യസ് 3:11 പറയത്തില്ലേ? എന്താ പറയണത്? ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ്. അതെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കണ്ടിട്ടുണ്ടാണ്.
എല്ലാ വാഗ്ദാനം ക്രിസ്തു അതേ തന്നെയാണ്. അതുകൊണ്ട് അവൻ പറയുന്ന പോലെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ പോലെ ദൈവമഹത്വത്തെ കരയേറ്റുകയാണ് ചെയ്യണത്. അതോടുകൂടി അവൻ പറയുന്ന പോലെ ചെയ്യുമ്പോൾ ഉടമ്പടിയിൽ ദൈവമഹത്വം കരയേറ്റുകയാണ് ചെയ്യണത്. അതുവഴി നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ് ചെയ്യണത്. അതുവഴി ക്രിസ്തുവിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ അനുഭവിക്കണം അനുദിന ജീവിതത്തിലും. ക്രിസ്തുവെ ഞങ്ങൾ നിറയണമേ, എൻ്റെ അമ്മയെ പരിശുദ്ധ കന്യാമറിയത്തിന് മാധ്യസ്ഥ ഞാൻ യാചിക്കുന്നു. അങ്ങ് പറയണ പോലെ ചെയ്ത് ജീവിച്ചുകൊണ്ട് അങ്ങയുടെ വാഗ്ദാനം സമ്പൂർണ്ണമായി പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമേ. നിത്യപിതാ പുത്രൻ പരിശുദ്ധ സർവ്വശക്തൻ നയിക്കും. ആമേൻ.